തുടക്കത്തിൽ സ്വപ്നം കണ്ടത് ആദ്യത്തെ 10 കസേരയായിരുന്നു. എൻ്റെ വീട്ടിൽ അന്ന് വരെ ഇരിക്കാൻ അല്ലെങ്കിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരു 2 കൈയില്ലാത്തൊരു കസേരയും ഒരു മരത്തിന്റെ സ്റ്റൂളും ആയിരുന്നു എൻ്റെ വീട്ടിലെ ഫർണിച്ചർ. അന്ന് വീട് എന്ന് പറയുന്നത് പഞ്ചായത്തിന്റെ ഒരു സഹായത്തോടു കൂടി ചെറിയ ഒരു 2 റൂമും ഒരു ചെറിയ സിറ്റ് ഔട്ടും ഒക്കെയുള്ള ചെറിയൊരു വീടാണ്. ആ വീട്ടിൽ ഇരിക്കാൻ കൊടുക്കാൻ ഒരു കസേര പോലും എൻ്റെ വീട്ടിൽ എനിക്ക് സ്വന്തമായിട്ട് വാങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ബിസിനസ്സിൽ ഞാൻ വന്നപ്പോൾ ആദ്യം കണ്ട സ്വപ്നം 10 കസേരയായിരുന്നു. അച്ഛനും അമ്മമാരും ഇന്ന് വീട്ടിൽ ബാധ്യതയാ, മക്കൾക്ക് ഇന്ന് ബാധ്യത. കാരണം അവരെ എന്താ പറയുക, വേറെ വരുമാനം ഒന്നും കൊണ്ടുതരുന്നില്ല. നമ്മളെ കഷ്ടപ്പെട്ട് നമ്മളവരെ വളർത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അച്ഛനും അമ്മയെയും നോക്കാൻ ഇന്ന് മക്കളില്ല, മക്കളില്ല, അവരെല്ലാം അവഗണിച്ചു പോകുന്നു. പക്ഷെ ഞാൻ അവരോട് അന്ന് അല്ല ഇന്നും പറയുന്ന ഒറ്റ കാര്യമാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്നും മാറ്റി വെക്കണ്ട, എന്നെ നിങ്ങൾ ചിന്തിക്കണ്ട. കാരണം ഞാൻ ഈ MI ലൈഫ്സ്റ്റൈൽ എന്ന കമ്പനിയിൽ നിങ്ങൾക്ക് വേണ്ടി വരുമാനം വാങ്ങിത്തരാൻ എൻ്റെ ഒരു ID നിങ്ങളുടെ ട്രാൻസ്ഫർ ചെയ്താൽ ഞാൻ എന്ത് വാങ്ങുന്നുവോ അത് നിങ്ങൾക്കും വാങ്ങിക്കാനുള്ള ഒരു അവസരത്തിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എഞ്ചിനീയറായ മകളും എഞ്ചിനീയറായ മകനും അങ്ങനെയുള്ള ആളുകളൊക്കെ എൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിലും ഇന്നും ഞാൻ അഭിമാനപൂർവ്വം ഈ ആഴ്ചയിൽ ഞാൻ നല്ല വരുമാനം വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കും. ഞാൻ ഈ ബിസിനസ് ഏറ്റെടുക്കാനുള്ള ഒരു ശക്തി എനിക്ക് കിട്ടാനുള്ള ഒരു തീരുമാനം ശക്തമായി എടുക്കാനുള്ള ഒരു കാരണം, എൻ്റെ അനിയത്തി ഒരു 5 വർഷം മുമ്പേ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു. ആ അനിയത്തി 5 വർഷം മുമ്പേ മരിച്ചപ്പോൾ അനിയത്തിന്റെ 2 പെൺമക്കള്, അവളുടെ അച്ഛൻ വേറെ കല്യാണം കഴിച്ചു പോയി. ആ 2 പെൺമക്കളും അന്ന് ഡിഗ്രിക്ക് പഠിക്കുന്നു. മറ്റേ മൂത്ത മോള് BMSന് തൃശ്ശൂർ ആയുർവേദ കോളേജിൽ പഠിക്കുന്നു. ആ പഠന സമയത്താണ് അവളുടെ അമ്മ ആക്സിഡന്റിൽ മരണപ്പെടുന്നത്. പക്ഷെ അതിനുശേഷം ആ മക്കളെ എന്താ പറയുക, ആ വീട്ടിൽ നിന്ന് 5 വർഷമായിട്ട് എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് എൻ്റെ 2 മക്കളും ആ 2 മക്കളും കൂടി 4 മക്കളുടെ ഉത്തരവാദിത്വമുള്ള ഒരു അമ്മയാണ് ഞാൻ. ആ മൂത്ത മോള് ഇപ്പൊ ഇന്ന് BMS കഴിഞ്ഞ് ഡോക്ടറായി. രണ്ടാമത്തെ മോള് ഡിഗ്രി പഠിച്ച് അവള് ഡിഗ്രി പൂർത്തിയായി. ഇന്ന് മൂത്ത മകൾക്ക് കല്യാണം വന്നിട്ടുണ്ട്. നല്ല ഒരു എന്താ പറയാ, ഗവൺമെന്റ് വാട്ടർ അതോറിറ്റിയിൽ എഞ്ചിനീയർ ആണ് അവൾക്ക് വന്ന കല്യാണം. ആ കല്യാണം കഴിക്കാനുള്ള അടുത്ത ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്, കഴിപ്പിച്ചു കൊടുക്കാൻ. കാരണം അച്ഛനുമില്ല, അമ്മ മരിച്ചു, അച്ഛൻ വേറെ കല്യാണം കഴിച്ചു പോയി. ആ മക്കളെ ഒരു ഫോൺ കോൾ പോലും അച്ഛൻ ചെയ്യാത്ത ഒരു സാഹചര്യമാണ്. പക്ഷെ MI ലൈഫ്സ്റ്റൈൽ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാൻ ആ മക്കളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് എന്ന് ഞങ്ങൾ എല്ലാവരും സന്തോഷത്തോടു കൂടി, അമ്മയും അച്ഛനും ഇല്ലല്ലോ എന്നുള്ള ഒരു വിഷമത്തിനും ഇടവരുത്താതെ MI ലൈഫ്സ്റ്റൈലിന്റെ വരുമാനം കൊണ്ട് ആ മക്കളെ സംരക്ഷിച്ചു കൊണ്ട് എന്താ പറയാ, നാളെ അവർക്കും എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ചെയ്തു തരേണ്ട കടമ എൻ്റെ അമ്മയുടെ വെല്ലുമ്മ അല്ലെങ്കിൽ അമ്മയുടെ ചേച്ചി എനിക്ക് ചെയ്തു തന്നല്ലോ, അല്ലെങ്കിൽ ആ അമ്മ ചെയ്തു തന്നുള്ള ഒരു ആത്മവിശ്വാസം അവർക്ക് കൊടുക്കണമെങ്കിൽ MI ലൈഫ്സ്റ്റൈൽ ഞാൻ 24 മണിക്കൂറും ചെയ്തേ പറ്റൂ ലീഡേഴ്സ്. ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ഒരു 6000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന സമയത്താണ് എൻ്റെ വീട്ടിനടുത്ത് തന്നെ താമസിക്കുന്ന ജോമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു അവസരം എനിക്ക് തരുന്നത്. എല്ലാവർക്കും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ അവസരം കിട്ടിയിട്ടുണ്ട്. നമ്മളൊക്കെ സാധാരണക്കാരാണ്. നമുക്ക് വലിയ ബിസിനസിനെ കുറിച്ചോ അല്ലെങ്കിൽ വലിയ വലിയ വരുമാനത്തെ കുറിച്ചോ ഒന്നും നമ്മൾ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാറില്ല. ചെറിയൊരു ശമ്പളം, എൻ്റെ വീട്ടിലേക്ക് 6000 രൂപ മാസ ശമ്പളം കിട്ടുന്ന ആ ഒരു പൈസ അല്ലെങ്കിൽ ആ ഒരു പണം കൊണ്ടാണ് എൻ്റെ വീട് ജീവിച്ചു പോയത്. അതുകൊണ്ട് തന്നെ വലിയ സ്വപ്നങ്ങളോ അല്ലെങ്കിൽ വലിയ ആളുകൾ ചിന്തിക്കുന്നത് പോലെ വലിയ വീടിനെ കുറിച്ചോ വലിയ കാറിനെ കുറിച്ചോ അല്ലെങ്കിൽ വലിയ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനൊന്നും ചിന്തിക്കാറില്ല. സാധാരണയിലും സാധാരണക്കാരായ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു സാധാരണ പെണ്ണ്. അപ്പോ ആ ഒരു എന്താ പറയാ ആറ്റിറ്റ്യൂഡിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് ജോമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പേസ്റ്റുമായി എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ നോക്കിയത് ആ പേസ്റ്റിന്റെ വിലയായിരുന്നു. കാരണം നമ്മളെ സംബന്ധിച്ച് ഇത്ര വലിയൊരു പേസ്റ്റ് വാങ്ങി ഉപയോഗിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒന്നുമില്ല. പക്ഷെ അദ്ദേഹം എൻ്റെ വീടിന്റെ ഏറ്റവും അടുത്തൊരു ഫാമിലി ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ ആ പേസ്റ്റ് അവന്റെ നിർബന്ധപ്രകാരം ഞാൻ വാങ്ങി. പക്ഷെ അവൻ വാങ്ങുമ്പോൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു, സുലേച്ചി ഈ പേസ്റ്റ് നിങ്ങൾ ഉപയോഗിച്ച് നല്ല റിസൾട്ട് ആണെങ്കിൽ മറ്റൊരാൾക്ക് കൊടുത്താൽ ഒരു 55 രൂപ ലാഭം കിട്ടുമെന്ന് എന്നോട് അവൻ സൂചിപ്പിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു 200 രൂപയ്ക്ക് പണിയെടുക്കുന്ന സുലോചന എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു 55 രൂപ ലാഭം കിട്ടുവാണെങ്കിൽ അത് അധിക വരുമാനമാണ്. അങ്ങനെ ആ പേസ്റ്റ് ഞാൻ വാങ്ങി ഉപയോഗിച്ച സമയത്ത് ആ പേസ്റ്റിൽ ഉണ്ടാകുന്ന ഒരു വിശ്വാസം, വീണ്ടും ജോമം വന്നു, ഒരു ഹെയർ ഓയിലും ഒരു സോപ്പും വീണ്ടും ഒരു പേസ്റ്റ് വാങ്ങി. ഇതൊക്കെ MRPക്കാണ് വാങ്ങുന്നത്.
അതിനുശേഷം അവൻ എന്നോട് പറഞ്ഞു, നിങ്ങളൊരു പ്രോഗ്രാമിന് കയറുകയാണെങ്കിൽ ഈ ബിസിനസിനെ കുറിച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കാം, അപ്പോൾ ഇതിൽ വലിയ വരുമാനമൊക്കെ വാങ്ങുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് സമയമില്ല ജോമോനെ അങ്ങനെ ഒരു മീറ്റിങ്ങിന് വരാൻ. കാരണം എനിക്ക് കിട്ടുന്ന ആകെ ഒരു ഞായറാഴ്ചയാണ്. ആ ഞായറാഴ്ച കുടുംബശ്രീ സെക്രട്ടറിയാണ് ഞാൻ, ADSന്റെ സെക്രട്ടറിയാണ്, ബാങ്കിന്റെ ഡയറക്ടറാണ്, PTA പ്രസിഡന്റാണ്. അങ്ങനെയുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളുള്ള ഒരു വ്യക്തിക്ക് ഞായറാഴ്ചയാണ് മീറ്റിംഗ് ഒക്കെ തീരുമാനിക്കല്. അപ്പോൾ ജോമോനെ ഞാൻ റിജക്ട് ചെയ്തുകൊണ്ടേയിരുന്നു. മീറ്റിങ്ങിന് അവൻ വിളിക്കും, ഞാൻ പോവാറില്ല. അതിനുശേഷം എൻ്റെ വീട്ടിലേക്ക് ഈ ബിസിനസിന്റെ എന്താ പറയുക ശരിയായ ഒരു പ്ലാൻ മനസ്സിലാക്കിയത് ഞാൻ വയനാട്ടിൽ നിന്ന്, അമ്പലവയൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഒരു ദിവസം വൈകുന്നേരം 5 മണിക്ക് എൻ്റെ വീട്ടിലേക്ക് വന്നു. പക്ഷെ അന്ന് അദ്ദേഹം വരുമ്പോൾ ഒരു I-20 വണ്ടിയിൽ വന്നു, എൻ്റെ വീട്ടിൽ വന്ന് ഈ ബിസിനസിനെ കുറിച്ച് സാധ്യതകൾ പറഞ്ഞു. ഇത് വലിയൊരു സാധ്യതയുള്ള മേഖലയാണ്, ഡയറക്ട് സെല്ലിങ് വരും കാലഘട്ടത്തിൽ മൂവിങ് ആവാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പൊ നിങ്ങളൊക്കെ ഒരു സാധാരണക്കാരെ അസാധാരണക്കാരനാക്കുന്ന കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈൽ എന്ന കമ്പനി. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഒരുപാട് അറിവുകൾ എന്നോട് പറഞ്ഞു തന്നു. അദ്ദേഹം അതിനുശേഷം ഒരു ഇൻകം പ്ലാൻ എനിക്ക് വരച്ചു. കാരണം ഓർഗനൈസേഷൻ 1ഉം 2ഉം 10,000 ബിസിനസ് വോളിയം മാച്ച് ചെയ്യുന്നു. അവിടെ 1200 കിട്ടുന്നു, 2400 കിട്ടുന്നു. അങ്ങനെ ഓരോ സംഖ്യ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞത് 17 ലക്ഷം ബിസിനസ് വോളിയം മാച്ച് ചെയ്താൽ ആഴ്ച വരുമാനം 2,10,000 നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ബിസിനസ്സിനെ നെഗറ്റീവായി ഞാൻ ചിന്തിച്ചത്. അതുവരെ എനിക്ക് നെഗറ്റീവ് ഒന്നുമില്ല, കാരണം സോപ്പും പേസ്റ്റും വാങ്ങുന്ന ജോമോന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഐഡിയ എടുത്ത് ഒരു 3000 രൂപ വരെ പ്രൊഡക്റ്റ് എടുത്ത് എൻ്റെ കുടുംബശ്രീയിലും അല്ലെങ്കിൽ എൻ്റെ ഓഫീസിലുള്ളവർക്കെല്ലാം കൊടുക്കുന്നു, അതിന്റെ ലാഭം എനിക്ക് കിട്ടുന്നു. അതൊക്കെ എനിക്ക് സന്തോഷമായി. പക്ഷെ ഈ 2,10,000 വാങ്ങുന്ന ഒരു മേഖലയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു ലഡു പൊട്ടി. കാരണം എൻ്റെ നാട്ടിൽ ഇതിനു മുന്നേ കുറെ ആളുകൾ മണിച്ചയിൽ പെട്ടിട്ടും കുറെ ആളുകളുടെ പൈസ തട്ടിപ്പായിട്ടും അതിന് കേസും അതിന്റെ പ്രശ്നങ്ങളും, ഞാനൊരു പൊതുപ്രവർത്തക ആയതുകൊണ്ട് എനിക്ക് അതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചത്, ഇദ്ദേഹം എന്നോട് പറഞ്ഞ് ഞാനൊരു 10,000 രൂപ ഇദ്ദേഹത്തിന് കൊടുത്താൽ ഇദ്ദേഹം ആ പൈസ കൊണ്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് പിന്നെ ഞാൻ വാങ്ങുന്ന ആളുകളല്ല, അല്ലെങ്കിൽ ഞാൻ മേടിച്ച പൈസക്ക് ഉള്ള അവകാശങ്ങളല്ല എൻ്റെ വീട്ടിലേക്ക് വരും. അതുകൊണ്ട് ഞാൻ സാറോട് പറഞ്ഞു, സാർ ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും ഞാനില്ല, എനിക്ക് ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നുമില്ല, ഞാൻ പേസ്റ്റ് സോപ്പും വാങ്ങാൻ ആളുകൾക്ക് കൊടുക്കുക, അതിന്റെ ലാഭം എടുക്കുക, വേറെ ഒന്നും ഞാനിപ്പോ ചെയ്യാൻ പറ്റൂല പറഞ്ഞു. പക്ഷെ അദ്ദേഹം നിർബന്ധിച്ച് കണ്ണൂർ ആദ്യമായിട്ട് ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. ആ പ്രോഗ്രാമിൽ വെച്ചാണ് എനിക്കൊരു തിരിച്ചറിവുണ്ടായി. കാരണം ഈ ബിസിനസ് പ്രോഗ്രാം ഓറിയന്റഡ് ബിസിനസ്സാണ്. കാരണം നമ്മൾ എത്രത്തോളം പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുവോ അത്രത്തോളം നമുക്ക് ലിവറേജ് വർദ്ധിക്കും. പക്ഷെ തുടക്കത്തിൽ നമ്മളെ ലീഡേഴ്സ് പ്രോഗ്രാമിന് വിളിക്കുമ്പോൾ പല ആളുകളും, ഞാൻ ഉൾപ്പെടെ ഉള്ള ആളുകൾ ആ പ്രോഗ്രാമിനെ പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ വളർച്ചയ്ക്ക് അത് വളരെ രീതിയിൽ ബാധിക്കുന്നു എന്ന് ഇന്ന് എനിക്ക് തിരിച്ചറിയുന്നുണ്ട്. കാരണം ഞാൻ ഒരു വർഷക്കാലം ഇത് ലാഗ് ചെയ്തു പോയ വ്യക്തിയാണ്. പക്ഷെ ആ ഒരു വർഷം ഇന്ന് എൻ്റെ കരിയറിൽ ഏറ്റവും നഷ്ടപ്പെട്ട മാസങ്ങളും ദിവസങ്ങളും ആണ് എന്ന് ഇന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷെ അന്ന് എനിക്കത് അറിയില്ല. അതുകൊണ്ട് ഈ പ്രോഗ്രാമിന് കയറി ആ പ്രോഗ്രാമിൽ അന്ന് കൺക്ലൂഡ് ചെയ്തത്, ഇന്ന് ഗ്ലോബൽ ടീം കോർഡിനേറ്റർ ആയിട്ടുള്ള MS പ്രസാദ് സാറ്, ഞങ്ങളാക്കി മാറ്റിയ MS പ്രസാദ് സാറിന്റെ ഒരു കൺക്ലൂഡിങ് സെഷനിൽ വെച്ച് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ, നമ്മൾ എത്ര കാലം ഒറ്റയ്ക്ക് പണിയെടുത്താലും നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു നിശ്ചിതമായ ഒരു വരുമാനം മാത്രമേ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നും, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ജോലി ചെയ്യുന്ന ആള് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതോടുകൂടി ആ കുടുംബത്തിലെ വരുമാനം ഉണ്ടാവില്ല എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ് പറഞ്ഞപ്പോൾ ഞാൻ എന്നെയാണ് കണ്ടത്. കാരണം 6,000 രൂപ വരെ പണിയെടുക്കുന്ന സുലോചന ഒരു മാസം പണിക്ക് പോകാതിരുന്നാൽ ആ ശമ്പളം ആ ഓഫീസിൽ നിന്ന് തരില്ല. അതോടൊപ്പം തന്നെ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ രണ്ടാമത് എൻ്റെ മകളെയോ അല്ലെങ്കിൽ എൻ്റെ അമ്മയോ ആ ഓഫീസിലേക്ക് അവരെടുക്കുകയും ചെയ്യില്ല. അതുകൊണ്ട് എന്തായാലും ഈ മേഖല ഏറ്റെടുക്കണമെന്ന് എൻ്റെ മനസ്സിലൊരു തീരുമാനം എടുത്ത് ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു, എൻ്റെ ചുറ്റുപാടുള്ള ആളുകളോട് പറഞ്ഞു, നല്ലൊരു മേഖലയിൽ ഞാൻ പോയിട്ടുണ്ട്, ഇനി ഞാൻ ജോലിയെല്ലാം മതിയാക്കി ഇത് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളും നമ്മുടെ കുടുംബക്കാരും എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഉപദേശങ്ങൾ വരാൻ തുടങ്ങി. ഇത് തട്ടിപ്പാണ്, ഇങ്ങനെയുള്ള ആളുകളെ നീ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്, ഇത് 10 വർഷം മുമ്പേ വന്ന് പൊട്ടിച്ചു പോയ കമ്പനികളൊക്കെ ഇങ്ങനെ ഉപദേശം കൊണ്ട്, അല്ലെങ്കിൽ ഉപദേശം ഫ്രീ ആണല്ലോ, ആർക്കും ഉപദേശം തരാം. പക്ഷെ ഞാൻ ചിന്തിച്ചത്, പ്രസാദ് സാർ പറഞ്ഞ വാക്കില് എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ ഈ പറയുന്ന ഒരാൾ പോലും എൻ്റെ വീട്ടിലേക്ക് ഒരു സഹായമായിട്ട് എത്താൻ
പറ്റില്ല അല്ലെങ്കിൽ എത്തൂല എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് പല പ്രോഗ്രാമിലും പോയപ്പോഴും മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരെ ഉപദേശമൊന്നും ഞാൻ കേട്ടില്ല. കാരണം നമ്മളെപ്പോഴും ഉപദേശം ചോദിക്കലെന്നാണ്, ആ മേഖലയായിട്ട് അറിവില്ലാത്ത ആളുകളെടുത്ത് പോയി നമ്മൾ ഉപദേശം ചോദിക്കും. ഞാൻ ഇങ്ങനെ ഒരു മീറ്റിങ്ങിന് പോയിനി, അവിടെ ഇങ്ങനെയൊക്കെ. അവരുടെ അറിവ് വെച്ച് നമ്മളോട് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇതാണ് ശരി എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന പല ആളുകളും, എന്നോടൊപ്പം വന്ന പല ആളുകളും ഉണ്ട്. പക്ഷെ ഞാനാണ് MS പ്രസാദ് സാറെ കണ്ടതും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടതും ഞാനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. എനിക്ക് നിങ്ങളോട്, എന്നെ കേൾക്കുന്ന നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മളെ കേട്ട കാര്യത്തില് നമ്മൾ 100% വിശ്വസിക്കുക. ആ വിശ്വസിച്ച കാര്യത്തിൽ ഉറച്ചു നിൽക്കുക. പല ആളുകൾക്കും ഉറച്ചു നിൽക്കാൻ എന്താ പറയാ ഒരു മടിയാണ്, അല്ലെങ്കിൽ ഒരു പേടിയാണ്. ഇത് എനിക്ക് പറ്റുമോ, എനിക്ക് ചെയ്യാൻ പറ്റുമോ, എനിക്ക് വിദ്യാഭ്യാസം ഇല്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും പ്രായമായില്ലേ, എനിക്ക് ഈ കമ്പനിയിൽ നിന്ന് ഇങ്ങനെയൊക്കെ കിട്ടുമോ എന്നൊക്കെയുള്ള ആശങ്ക കൊണ്ട് തന്നെ പല ലീഡേഴ്സും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഇതിനെ ഏറ്റെടുക്കാൻ കുറച്ച് വൈകിയാണ് മെല്ലെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊരു ഫാസ്റ്റ് ബിസിനസ്സാണ്. 50 കൊല്ലം ചെയ്യേണ്ട പണി വെറും 5 വർഷം കൊണ്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച എല്ലാ സ്വപ്നങ്ങളും എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മൾ വന്നിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോം. ആ ഒരു കമ്പനിയുടെ പേരാണ് MI ലൈഫ് സ്റ്റൈൽ എന്ന കമ്പനി. എന്ന് അഭിമാനപൂർവ്വം ഞാൻ അതിനുശേഷം ഒരുപാട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു, ഒരുപാട് ലീഡേഴ്സിന്റെ സ്പീച്ച് കേട്ടു. അങ്ങനെ ഒരു റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാമിൽ വയനാട്ടിൽ ഞാൻ പങ്കെടുത്തു. ഞാൻ ഈ 12 വർഷം വരെ ചെയ്ത ജോലി റിസൈൻ ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തു, നാട്ടിൽ വന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുടുംബശ്രീ പോയപ്പോൾ എല്ലാവരും പറഞ്ഞു നിനക്ക് പ്രായപൂർത്തിയായ ഒരു മകളുണ്ട്, പ്രായമായ ഒരു അച്ഛനും അമ്മയും ഉണ്ട്, നിനക്ക് ഇന്നൊരു തൊഴിലുണ്ട്, അതൊക്കെ മതിയാക്കി നീ പോവുകയാണെങ്കിൽ ഫാനിൽ കെട്ടി തൂങ്ങേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് നീ ഒന്ന് ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞു. കുടുംബശ്രീക്കാർ പറഞ്ഞു, എന്റെ കുടുംബക്കാർ പറഞ്ഞു, എന്റെ സുലുവേച്ചി നിങ്ങളൊന്നും ഇങ്ങനെയുള്ള മേഖലയിൽ പോയിട്ട് വെറുതെ ഭാവി കളയണ്ട, ഇതൊക്കെ തട്ടിപ്പ് മാത്രമല്ല പേര് ദോഷം ഉണ്ടാക്കും, കാരണം ഇതിനൊന്നും അഡ്രസ് ഇല്ലാത്ത ഒരു സ്ഥലമാണ് ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ബുദ്ധിജീവികൾ എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഞാനൊരു ചിന്തയിൽ അല്ലെങ്കിൽ എൻ്റെ മനസ്സിലൊരു തീരുമാനമെടുത്തു. ഒരു ദിവസം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതെന്റെ മനസ്സിലെടുത്ത തീരുമാനമാണ്, അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിലെടുത്ത തീരുമാനം, ഒരു ദിവസം ഞാൻ വരും. അത് ഈ ബിസിനസ്സിൽ വിജയിച്ച അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയായി മാറുമെന്ന് ചിന്തിക്കാനുള്ള ഒരു തീരുമാനമെടുത്തു. അപ്പോഴാണ് ഞാൻ O പോസിറ്റീവ് ആയിരുന്നു എൻ്റെ രക്തം, സുലോചന O പോസിറ്റീവ്. പക്ഷെ MI ലൈഫ് സ്റ്റൈലിന്റെ ഈ ഒരു ട്രെയിനിങ്ങും പ്രോഗ്രാമും RTP ഒക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ എൻ്റെ രക്തത്തിലേക്ക് MI ലൈഫ് സ്റ്റൈലിന്റെ രക്തം കയറാൻ തുടങ്ങി. ആ രക്തം കയറുന്ന സമയത്ത് നമുക്ക് ആവേശം വരാൻ തുടങ്ങി, നമ്മുടെ പ്രവർത്തനത്തിന് വേഗത കൂടാൻ തുടങ്ങി. അങ്ങനെ ഓരോ ലീഡേഴ്സും നിരന്തരം ട്രെയിനിങ്ങും പ്രോഗ്രാമും തന്നപ്പോൾ അതിലൊക്കെ ഒരു അച്ചീവറായിട്ട് മാറണം എന്നുള്ള തീരുമാനം ഞാൻ എടുത്തു. അങ്ങനെ തുടക്കത്തിൽ ഞാൻ റീറ്റെയിൽ പ്രൊഡക്റ്റ് ഒക്കെ എടുത്ത് ഒരു 50,000 രൂപയുടെ പർച്ചേസ് ഒക്കെ ചെയ്ത്, അന്ന് പൈസയൊന്നുമില്ല, കുടുംബശ്രീയിൽ പോയി 2 പേരുടെ പേരിൽ ഒരു 25,000 ലോണൊക്കെ എടുത്ത് 50,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്ത് എൻ്റെ വീട്ടിൽ ഒരു ഹോം ഷോപ്പിയൊക്കെ വെച്ച് അങ്ങനെ ഞാൻ നന്നായിട്ട് റീറ്റെയിൽ ചെയ്യാൻ തുടങ്ങി. തുടക്കത്തിൽ ഈ ബിസിനസ്സിൽ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഉൽപ്പന്നം നമ്മുടെ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരിലേക്ക്, നമ്മുടെ ബന്ധുക്കളിലേക്ക് എത്തിക്കുന്ന സമയത്താണ് കമ്പനി തരുന്ന റീറ്റെയിൽ പ്രോഫിറ്റ് നമുക്ക് സ്വന്തമായിട്ട് വാങ്ങാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു ദിവസം 200 രൂപയ്ക്ക് പണിയെടുത്ത സുലോചന 1000 രൂപയും 1200 രൂപയും എന്താ പറയാ 500 രൂപയും 700 രൂപയും ഒക്കെ റീറ്റെയിൽ പ്രോഫിറ്റ് കൊണ്ട് ഓരോ ദിവസം ഉണ്ടാക്കുമ്പോൾ എൻ്റെ സ്വപ്നങ്ങൾ മെല്ലെ എന്താ പറയാ ആഗ്രഹങ്ങളെല്ലാം എനിക്ക് സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ്, ഒരു വിശ്വാസം എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചു. അങ്ങനെ ഞാൻ തുടക്കത്തിൽ സ്വപ്നം കണ്ടത് ആദ്യത്തെ 10 കസേരയായിരുന്നു. എൻ്റെ വീട്ടിൽ അന്ന് വരെ ഇരിക്കാൻ അല്ലെങ്കിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരു 2 കൈയില്ലാത്തൊരു കസേരയും ഒരു മരത്തിന്റെ സ്റ്റൂളും ആയിരുന്നു എൻ്റെ വീട്ടിലെ ഫർണിച്ചർ. അന്ന് വീട് എന്ന് പറയുന്നത് പഞ്ചായത്തിന്റെ ഒരു സഹായത്തോടു കൂടി ചെറിയ ഒരു 2 റൂമും ഒരു ചെറിയ സിറ്റ് ഔട്ടും ഒക്കെയുള്ള ചെറിയൊരു വീടാണ്. ആ വീട്ടിൽ ഇരിക്കാൻ കൊടുക്കാൻ ഒരു കസേര പോലും എൻ്റെ വീട്ടിൽ എനിക്ക് സ്വന്തമായിട്ട് വാങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ബിസിനസ്സിൽ ഞാൻ വന്നപ്പോൾ ആദ്യം കണ്ട സ്വപ്നം 10 കസേരയായിരുന്നു. അതിനുശേഷം ഒരു ടീപ്പോയി, അതിന്റെ മേലെ വിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ഷീറ്റ്, ഒരു 6 പൂക്കളിലെ ഗ്ലാസ്, ഒരു ജഗ്. ഇതായിരുന്നു രണ്ടാമത്തെ സ്വപ്നം. മൂന്നാമത്തെ സ്വപ്നം ഞാൻ കണ്ടത്, ഇതൊക്കെ റീറ്റെയിൽ ചെയ്ത് വാങ്ങിയതാണ്. റീറ്റെയിൽ ചെയ്ത് ഞാൻ ആഴ്ചക്കുറിക്കൊക്കെ കൂടി അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ സ്വപ്നങ്ങളെല്ലാം പൂർത്തീകരിച്ചത്. മൂന്നാമത്തെ സ്വപ്നം കണ്ടത് ഞാനൊരു ഷെൽഫായിരുന്നു. അതുവരെ എൻ്റെ വീട്ടിൽ കുറച്ചേ തുണിയുള്ളൂ, ആ തുണി വെക്കാനുള്ള ഒരു ഷെൽഫ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ 6,900 രൂപ കൊടുത്ത് ഒരു ഷെൽഫ് ഞാൻ വാങ്ങി. ആ ഷെൽഫ് ഇന്നും എൻ്റെ വീട്ടിലുണ്ട്. ഇന്ന് എൻ്റെ വീട്ടിൽ 7 ഷെൽഫ് ഉണ്ട്. ആ
ആഴ്ചകളിലും ഞാൻ ഓരോ കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. അതിനുശേഷം ഞാൻ വാങ്ങിയതൊരു ഫോണാണ്, വിവോയുടെ ഒരു ഫോൺ വാങ്ങി. ആ ഫോൺ ഒരുപക്ഷെ അന്ന് വരെ നോക്കിയേണ്ട ഒരു ഫോണായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ആദ്യമായിട്ട് റീറ്റെയിൽ ചെയ്ത് റീറ്റെയിൽ പ്രോഫിറ്റ് കൊണ്ട് ഞാനൊരു ഫോൺ വാങ്ങി. 11,300 രൂപയുടെ ഫോണ്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്ന ഫോണ് 68,000 രൂപ വരെ S23യുടെ സാംസങ്ങിന്റെ ഫോണാണ്. എൻ്റെ മോൻ ആപ്പിളിന്റെ ഫോണുണ്ട്, എൻ്റെ മോക്ക് ഞാൻ ഫോൺ വാങ്ങി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അന്ന് ആദ്യമായിട്ട് വാങ്ങിയ ഒരു ഫോണ് ഇതേപോലെ ഒരു വീഡിയോ കോളൊക്കെ വിളിച്ച് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖം, ആ ഒരു സംതൃപ്തി ഒരു പക്ഷേ ഇന്ന് 2 വാങ്ങിയപ്പോൾ എനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ ആ തുടക്കത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് MI ലൈഫ്സ്റ്റൈൽ എന്ന കമ്പനിയിലേക്ക് വന്ന് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയപ്പോൾ മെല്ലെ മെല്ലെ ഞാൻ എന്ന വ്യക്തി മാറാൻ തുടങ്ങി, ഡ്രസ് കോഡിൽ മാറാൻ തുടങ്ങി, എൻ്റെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരാൻ തുടങ്ങി. അങ്ങനെ ഓരോ സ്വപ്നങ്ങൾ കണ്ടു. ഒരു പക്ഷേ ഗ്യാസ് അടുപ്പ് വാങ്ങിയതും കുക്കർ വാങ്ങിയതും അതോടൊപ്പം തന്നെ എൻ്റെ വീട്ടിലേക്കുള്ള ഓരോ എന്താ പറയാ ഫർണിച്ചറുകൾ വാങ്ങിയതും എല്ലാം ഞാൻ ഈ ബിസിനസ്സിൽ തുടക്കത്തിൽ ചെയ്ത റീറ്റെയിൽ എന്ന സംവിധാനത്തിൽ നിന്ന് മെല്ലെ മെല്ലെ ഒരു ടീമിലേക്ക് റീപർച്ചേസ് റിക്രൂട്ട്മെന്റിലേക്ക് ഞാൻ പോയി. എന്നെ പോലുള്ള സാധാരണ വീട്ടമ്മമാരെ ഞാൻ ആദ്യം ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. പയ്യന്നൂരിൽ വെച്ച് ഈ ഒരു ബിസിനസ് തുടങ്ങിയപ്പോൾ ഒരു ലേഡി ഒന്നിച്ചു നിന്നു. ആ ലേഡി ആദ്യമായിട്ട് പയ്യന്നൂരിൽ ഒരു പെർഫോമൻസ് ബോണസ് അടിച്ചു. ഒരു തവണയല്ല, എല്ലാ റാങ്കിലും ഞാൻ പെർഫോമൻസ് ബോണസ് അടിച്ചിട്ടുണ്ട്. ആ പെർഫോമൻസ് ബോണസ് എനിക്കൊരു കമ്പനി തരുന്ന ഒരു അധിക വരുമാനമാണ്. TC റാങ്ക്, ഫസ്റ്റ് റാങ്ക് ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ എത്തിയപ്പോൾ പെർഫോമൻസ് ബോണസ് അടിച്ചു. ഏരിയ ടീം കോർഡിനേറ്റർ റാങ്കിൽ എത്തിയപ്പോൾ പെർഫോമൻസ് ബോണസ് അടിച്ചു. അങ്ങനെ എല്ലാ റാങ്കിലും ഞാൻ ഒരു പ്ലാനിങ്ങോട് കൂടി ബിസിനസ് ചെയ്തപ്പോൾ വരുമാനം കൂടാൻ തുടങ്ങി, സ്വപ്നങ്ങൾ കൂടാൻ തുടങ്ങി. അങ്ങനെ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ എന്ന റാങ്കിലെത്തി. ആ റാങ്കിലെത്തുന്ന സമയത്ത് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു സ്റ്റെയറുള്ള ഒരു വീട് ഉണ്ടാക്കണമെന്ന്. അങ്ങനെ പഞ്ചായത്ത് തന്ന വീടിനെ ഞാൻ മെല്ലെ അത് പൊളിച്ച് അല്ലെങ്കിൽ അതിനെ മുറിച്ച് വേറൊരു റൂമിലേക്ക് സ്റ്റെയർ ആക്കി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ 5 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള 2 നില വീട് ഇന്ന് അഭിമാനപൂർവ്വം MI ലൈഫ്സ്റ്റൈലിന്റെ വരുമാനം കൊണ്ട് സുലോചന എന്ന് പറയുന്ന സാധാരണ വീട്ടമ്മ 74 കുടുംബത്തിൽ ഒരു VPL കുടുംബത്തിൽ ഒരു തെയ്യം കലാകാരന്റെ മകള്, അന്നൊരു സിമെന്റ് ഇട്ട് പോലും ചാണകം മെഴുകിയ ഒരു വീട്. അതോടൊപ്പം തന്നെ എൻ്റെ വീട്ടിൽ ഒരു കിണറുണ്ടായിട്ടില്ല, ഒരു കക്കൂസ്, പുറത്തൊരു കക്കൂസായിരുന്നു. ഇന്ന് എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ AC ഉണ്ട്, ഹീറ്റർ ഉണ്ട്, എന്താ പറയുക, നല്ല രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ട് എനിക്ക് അവരെ തൃപ്തിപ്പെടുത്താൻ, എന്നെ മാത്രമല്ല, ഞാൻ ഈ ബിസിനസ്സിൽ സ്വപ്നവും ആഗ്രഹമുള്ള, പക്ഷെ അതുപോലെ ആയിരിക്കണമില്ല നമ്മളെ വീട്ടുകാർ. പക്ഷെ അവർക്ക് ഉണ്ടാവുന്ന ഒരു വിശ്വാസം, നമ്മുടെ മാറ്റങ്ങൾ, നമ്മൾ അവർക്ക് കൊടുക്കുന്ന കുറെ കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ വീട് പോസിറ്റീവ് ആക്കാണ്. കാരണം ഈ ബിസിനസ്സിലേക്ക് തുടങ്ങുന്ന ആളുകളെല്ലാം നാട്ടിലുള്ള ആളുകളെ പോസിറ്റീവ് ആക്കാൻ പോകുന്നതിന് പകരം നമ്മളെ വീടിനെ പോസിറ്റീവ് ആക്കുകയാണെങ്കിൽ ആ വീട്ടിലെ ആളുകളുടെ പ്രാർത്ഥന മതി, അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ പ്രാർത്ഥന മതി നമ്മൾ ഈ ബിസിനസ് ശക്തമായി ചെയ്യാനുള്ള ഒരു ശക്തി. അതുകൊണ്ട് ആ ബേസിക് ആയിട്ട് എൻ്റെ വീട്ടിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു, വീടെടുത്തു. അതിനുശേഷം ഒരു 12 ലക്ഷം രൂപയുടെ RTC റാങ്കിലെത്തിയപ്പോൾ 12 ലക്ഷം രൂപയുടെ ടാറ്റയുടെ നെക്സോൺ എന്ന കാറ് ഞാൻ സ്വന്തമായി വാങ്ങി. ഒരു സൈക്കിള് പോലും സ്വന്തമായിട്ട് വാങ്ങാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ ചിന്തിക്കാത്ത ഒരു കുടുംബത്തിൽ MI ലൈഫ്സ്റ്റൈൽ എന്ന കമ്പനിയിൽ വന്നപ്പോൾ ആ ഒരു കാറിനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അന്നൊക്കെ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം നാട്ടുകാരൊക്കെ ഒരു കാലത്ത് കളിയാക്കിയപ്പോൾ, കുറ്റപ്പെടുത്തിയപ്പോൾ അവരുടെ മുന്നിൽ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടൊരു തീരുമാനമാണ്, ഒരു ദിവസം വരും, അത് വെറുതെയല്ല, ഒരു രാജാവിനെ പോലെ അഭിമാനത്തോടു കൂടി ഒരാളെ നമ്മൾ തട്ടിപ്പിലൂടെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ എന്താ പറയാ കളങ്കപ്പെടുത്തിയിട്ടോ ഒന്നുമല്ല ഈ ബിസിനസ് ചെയ്യേണ്ടത്. ഇത് സത്യസന്ധതയുടെ ബിസിനസ്സാണ്, ഇത് നീതിയുടെ ബിസിനസ്സാണ്, ഇത് ന്യായത്തിന്റെ ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ അഭിമാനപൂർവ്വം കണ്ണിൽ നോക്കി ഓരോ കുടുംബത്തിലും പോയി ഞാൻ പ്രൊഡക്റ്റ് പറയുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഞാൻ ഇൻകം പ്ലാൻ പറയുന്നതിന് മുന്നേ ഞാൻ ആ വീട്ടുകാർക്ക് ഒരു വിശ്വാസം കൊടുത്തു. കൂടെ നിൽക്കൂ, ഞാനുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങളെ കൂടെ എന്ന് വിശ്വാസം കൊടുത്തപ്പോൾ ഇന്ന് ആയിരക്കണക്കിന് ആളുകളുടെ കുടുംബത്തിലേക്ക് ചെറുതും വലുതുമായ വരുമാനം വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ ഇന്ന് 2,10,000, ഒരുപക്ഷെ കമ്പനിയുടെ 493ാമത്തെ വീക്കിൽ ഒരു സാധാരണ വീട്ടമ്മ പയ്യന്നൂരിൽ വെച്ച് ഒരു 2,10,000 ആഴ്ച വരുമാനം വാങ്ങാനുള്ള ഒരു എന്താ പറയാ ഭാഗ്യം എനിക്ക് കിട്ടി. എൻ്റെ കൂടെ വന്ന ഇന്ന് എന്താ പറയാ ഒരുപാട് ആളുകൾ ഇന്ന് 2,10,000 വാങ്ങിയിട്ടുണ്ട്.
13ഓളം പേര് ഇന്ന് ഇന്ന് എന്താ പറയാ ഈ ബിസിനസ്സിലേക്ക് തുടക്കത്തിൽ വരുമ്പോൾ അവരെല്ലാം സാധാരണക്കാരൻ. ഇന്ന് അവരെല്ലാം AC കാറിൽ പോകുമ്പോൾ ഞാൻ കാറിൽ പോകുന്നതിനെക്കാട്ടി എനിക്ക് അഭിമാനം എന്റെ കൂടെ വന്നവർ ആ രീതിയിൽ ജീവിക്കുന്നു, ആ രീതിയിൽ അവർ സന്തോഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് കമ്പനിയുടെ നാഷണൽ ടീം കോർഡിനേറ്റർ നിസ്സാര റാങ്ക് അല്ല. കാരണം ആ റാങ്ക് ഒക്കെ നമുക്ക് എത്തണമെങ്കിൽ കുറച്ച് എന്താ പറയാ കഠിനാധ്വാനം അല്ലെ ഹാർഡ് വർക്കിന് പകരം സ്മാർട്ട് വർക്ക് ചെയ്യാനുണ്ട്. കാരണം അത് 2 കോടി ബിസിനസ് വോളിയം മാച്ച് ചെയ്യുന്നു, കമ്പനിയുടെ അഡ്വൈസറി ബോർഡിലേക്ക് കയറുന്നു. സാധാരണ വീട്ടമ്മയെ ഇന്ന് കമ്പനിയുടെ നാഷണൽ ടീം കോർഡിനേറ്റർ ആയിട്ട് അംഗീകരിക്കുമ്പോൾ ഒരു പക്ഷേ 51 വയസ്സിലേക്ക് ഞാൻ കടക്കുന്നു. പക്ഷെ 51 വയസ്സായ എന്റെ നാട്ടിലുള്ളവര് കൊട്ടൻ ചുക്കാതിക്ക് കുഴമ്പൊക്കെ മേടിച്ച് മക്കളെ ഒക്കെ നോക്കി നാട്ടുകാരുടെ കുറ്റങ്ങളൊക്കെ പറയുമ്പോൾ ഈ 51 വയസ്സായ സുലോചന MI ലൈഫ്സ്റ്റൈലിൽ നിന്ന് സ്യൂട്ടും കോട്ടും ഇട്ട് ഓരോ വേദിയിൽ പോയി അവരുടെ മുന്നിൽ തലയെടുപ്പോടുകൂടി അഭിമാനത്തോടുകൂടി ഞാൻ വന്ന മേഖലയെക്കുറിച്ചും എൻ്റെ കമ്പനിയെക്കുറിച്ചും എൻ്റെ മാറ്റങ്ങളെക്കുറിച്ചും ശക്തമായി പറയാനുള്ള ഒരു ആവേശം, ഒരു തീരുമാനം ഒക്കെ എടുക്കാൻ ഈ NTC ക്ലബ്ബ് അല്ലെങ്കിൽ NTC റാങ്കിൽ നിന്നുകൊണ്ട് എനിക്ക് സാധിക്കുന്നു. മുബീൻ സാറ് എന്താ പറയാ, കഴിഞ്ഞ ദിവസം ഞാനൊരു ആവശ്യത്തിന് മുബീൻ സാറ് വിളിച്ചപ്പോൾ ഹായ് ഇതാരാ സുലോചന മേഡാണോ, കാരണം സാറിന്റെ മുന്നിലാണ് ആർട്ടിപ്പിൽ ഞാനൊരു തീരുമാനം എടുത്തപ്പോൾ സാർ അന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല ഒരുപക്ഷെ ഇത്രയും കാലം സുലോചന ഈ ബിസിനസ് പിടിച്ചു നിൽക്കും. കാരണം സ്ത്രീകളാണ്, പല പ്രശ്നങ്ങൾ വരും, പല പ്രതിസന്ധികൾ വരും, അതൊക്കെ മറികടക്കാനുള്ള ഒരു ആവേശം അല്ലെങ്കിൽ ഒരു തൻ്റെ ഇടം, ഒരു തീരുമാനം, അതിന്റെ പേരാണ് ചങ്കൂറ്റം. ഈ ചങ്കൂറ്റം മാത്രം മതി ഈ ബിസിനസ്സിൽ സക്സസ് ആവും. കാരണം മറ്റുള്ള ആളുകളുടെ ഉപദേശം തേടുമ്പോൾ, മറ്റുള്ള ആളുകൾ പറയുമ്പോൾ, മറ്റുള്ളവർ കളിയാക്കുമ്പോൾ ആ കളിയെ നമ്മൾ ഒരു ആവേശമായി ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇന്ന് എന്റെ നാട്ടിൽ പള്ളിമുക്കിൽ ഇന്നൊരു ബിസിനസ്സുകാരിയാണ് ഞാൻ, ഒരു കസ്റ്റമർ അല്ല അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ അല്ല, ഇന്ന് ഞാനൊരു ബിസിനസ്സുകാരിയാണ്. ആ ബിസിനസ്സുകാരിയുടെ ലൈഫിലാണ് ഞാൻ ജീവിക്കുന്നത്. കാരണം ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് AC കാറിലിരുന്ന് ഞാൻ പോകുന്ന സമയത്ത് ഞാൻ ചിന്തിക്കും, കുറേ തവണ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള ആളുകൾ കാറും കൊണ്ട് റോഡുമേലെ പോകുമ്പോൾ ഞങ്ങളെയൊക്കെ കാണും, പക്ഷെ അവരൊന്നും നമ്മളെ കാറിൽ കയറ്റാറില്ല, കാരണം ഞങ്ങൾക്ക് ഒന്നും ഇല്ലാത്തവരാ. പക്ഷെ ഇന്ന് ഞാൻ റോഡിൽ നിൽക്കുമ്പോൾ ഞാനിനി കാറിൽ പോയിട്ടില്ലെങ്കിലും എന്നെ അറിയുന്ന ആരായാലും വണ്ടി നിർത്തിയിട്ട് പറയും വാ കേറ് പയ്യന്നൂരൊക്കെ അല്ലേ. അപ്പൊ ആ ഒരു റെസ്പെക്റ്റ്, കാരണം പണമുള്ളവനെ എന്ത് സമൂഹവും കുടുംബവും ബന്ധുക്കളും അംഗീകാരം കൊടുക്കുള്ളൂ. നമ്മുടെ കയ്യിൽ കുറച്ച് പണമൊക്കെ ഉണ്ടെങ്കിൽ അതിന് ബന്ധുക്കൾ ഉണ്ടാവും, അതിന് നാട്ടുകാർ നമ്മളെ ഇഷ്ടപ്പെടാം. അപ്പൊ പണം ഉണ്ടാക്കാൻ നമുക്ക് ഇന്ന് പല മേഖലയുണ്ട് പണം ഉണ്ടാക്കാം. പക്ഷെ ഇവിടെ പണം ഉണ്ടാക്കിയാൽ നമ്മൾ ഒറ്റക്കല്ല, കാരണം നമ്മളെ കൂടെ ഒരു പറ്റം ആളുകൾ ഊണും ഉറക്കവും ഒഴിഞ്ഞ് നമ്മൾക്ക് വേണ്ടി, നമ്മളെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ ഒരുപാട് അപ്ലൈൻ ലീഡേഴ്സ് നമുക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു. ഇന്ന് ഞാനും ഒരു അപ്ലൈൻ ലീഡറാണ്. എൻ്റെ കൂടെ വന്ന് എല്ലാവരെയും ഞാൻ ഒരു ദിവസം പോലും വീട്ടിൽ ഒരു നിമിഷം പോലും ഞാൻ നിൽക്കാറില്ല. കാരണം ഇന്ന് ഈ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ എനിക്കൊരു 100 പേരെ കൊണ്ടുകൊണ്ട് ഹൗസ് ബോട്ട് ഉണ്ട്, നാളെ ഒരു TC മീറ്റിംഗ് ഉണ്ട്, ഇന്നലെ വടകര കൺക്ലൂഡിങ് ആയിരുന്നു. അങ്ങനെ ഇതൊരു പാഷനായി ഏറ്റെടുത്തുകൊണ്ട് വളരെ ആവേശത്തോടു കൂടി, വളരെ എക്സൈറ്റ്മെന്റോടുകൂടി MI ലൈഫ്സ്റ്റൈൽ എന്ന കമ്പനിയിൽ അടുത്ത റാങ്ക് കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്കാണ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒരു നാഷണൽ കൺവെൻഷനിൽ ബോംബെയിൽ പോയപ്പോഴാണ് ഹരീഷ് സാറൊക്കെ ഞങ്ങളൊക്കെ കണ്ടത്. കാരണം അവിടെയൊക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു സ്നേഹം, അവിടെ കിട്ടുന്ന നമ്മളുടെ ആ ഒരു സ്വീകരണം, നമ്മുടെ പ്രവീൺ സാറ് നമ്മളെയൊക്കെ കാണുന്നത് അദ്ദേഹത്തിന്റെ കൂടപ്പിറപ്പിനെ പോലെയാണ്. അദ്ദേഹം പറയുന്നു സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കമ്പനി ക്രിയേറ്റ് ചെയ്യുക, അതുകൊണ്ട് നിങ്ങളെല്ലാവരും സന്തോഷിക്കണം, നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുടെ ഒരു തീരുമാനത്തിന്റെ നിങ്ങളുടെ ഒരു റിസൾട്ട് നിങ്ങളുടെ കുടുംബത്തിന് കാണിച്ചു കൊടുക്കണം. അതിന് ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. എൻ്റെ അച്ഛനും അമ്മയും ഒരു കാലത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്നാൽ അവരുടെ ആ കഷ്ടപ്പാടിനൊക്കെ മാറ്റാൻ ദൈവം തന്നൊരു അവസരമാണ് MI ലൈഫ്സ്റ്റൈൽ എന്ന കമ്പനിയിൽ എന്നെ ഒരു ഡിസ്ട്രിബ്യൂട്ടറായി കൊണ്ടുവന്നു. ഇന്ന് നാഷണൽ ടീം കോർഡിനേറ്ററായി, എനിക്ക് കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്റർ ആവും, അതുപോലെ ഞാൻ ITC ആവും. ഇതൊക്കെ ആവണമെങ്കിൽ നമുക്ക് ഉണ്ടാവേണ്ട ഒരു പണിയുടെ പേരാണ് റൂട്ടീൻ വർക്ക്. നമ്മളെ പോലെ നമ്മളെക്കാളും എന്താ പറയുക ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന രോഗം കൊണ്ടും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഉള്ള ആളുകളുടെ ഒക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അവരോട് നമ്മൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയും. എന്താ നമ്മുടെ പ്രൊഡക്റ്റ് ചോദിച്ചാൽ നമ്മുടെ പ്രൊഡക്റ്റ് ആണ് അമേസിങ് പ്രൊഡക്റ്റ്. ഒരു പക്ഷേ 95-നൊക്കെ നമ്മൾ പറയലും മൃതസഞ്ജീവനി എന്നാണ്. കാരണം ഒരുപാട് കുടുംബത്തിന്റെ ജീവിതശൈലി രോഗങ്ങൾ മാറ്റുന്നു, അതോടൊപ്പം തന്നെ അവർക്ക് ആ രോഗം മാറുമ്പോൾ ഉണ്ടാവുന്ന വിശ്വാസം കൂടുന്നു. അതോടൊപ്പം ആ കുടുംബത്തില് നമുക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഓരോ കുടുംബത്തിനും അവരുടെ സമ്പാദ്യത്തിൽ അല്ലെങ്കിൽ അവരെടുക്കുന്ന പണിയിൽ ഒരുപാട് ലാഭം ഉണ്ടാക്കാം. കാരണം ഇംഗ്ലീഷ് മരുന്നിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഒരുപാട് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചതിന്റെ സൈഡ് എഫക്റ്റ് മൂലം പണിയെടുക്കാൻ പറ്റാത്ത ആളുകൾ, ഒരുപാട് രോഗികൾ, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട്. അവരെ
അവരെയൊക്കെ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് അവരെയൊക്കെ ഒരു ഹെൽത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ അവിടെ കമ്പനി തരുന്ന വരുമാനമാണ് റീറ്റെയിൽ പ്രോഫിറ്റ്. നന്നായിട്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ റീറ്റെയിൽ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ എൻ്റെ കൂടെയുണ്ട്. എല്ലാവരും ബിസിനസ്സിലേക്കൊന്നും വരില്ല, പക്ഷെ റീറ്റെയിൽ നന്നായി ചെയ്ത് ആയിരങ്ങൾ അല്ലെങ്കിൽ 100-200 വരുമാനം ഉണ്ടാക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. അങ്ങനെ റീറ്റെയിൽ ചെയ്തു. അതിനുശേഷം റീപർച്ചേസ്. കമ്പനി പറയുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കുകയും അല്ലെങ്കിൽ അത് വിൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് വീണ്ടും റീപർച്ചേസ് ചെയ്യുക. തുടക്കത്തിൽ ഞാൻ ആദ്യമായിട്ട് റീറ്റെയിൽ ചെയ്തപ്പോൾ ലാഭങ്ങളെല്ലാം എൻ്റെ വീട്ടിലേക്ക് ഉപയോഗിച്ചു. അപ്പോഴാണ് എൻ്റെ കയ്യിലുള്ള പ്രൊഡക്റ്റുകൾ തീർന്നു. പിന്നീട് എനിക്ക് റീറ്റെയിൽ ചെയ്യാൻ പ്രൊഡക്റ്റ് ഇല്ല. ആ സമയത്താണ് ലീഡേഴ്സ് പറഞ്ഞത്, നിങ്ങളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ വിൽക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ റീറ്റെയിൽ ചെയ്യുന്നതനുസരിച്ച് റീപർച്ചേസ് ചെയ്താൽ നിങ്ങളുടെ ആഴ്ച വരുമാനം നിങ്ങൾക്ക് ചെറിയ ചെറിയ വരുമാനങ്ങൾ അതിലൂടെ നേടിയെടുക്കാൻ പറ്റും. അങ്ങനെ 10,000 രൂപയും 15,000 രൂപയും ഒക്കെ റീപർച്ചേസ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന 12% തുടക്കത്തിൽ എനിക്ക് ആഴ്ച വരുമാനമായി കിട്ടിയിട്ടുണ്ട്. നമ്മളെ കൂടെയുള്ള 100 പേർ റീപർച്ചേസ് ഒരു 10,000 രൂപയുടെ റീപർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ വരുമാനം, നമ്മുടെ റാങ്ക്, നമ്മുടെ എന്താ പറയുക ടേൺ ഓവർ വർദ്ധിക്കുന്നതനുസരിച്ചിട്ടാണ് കമ്പനി 12% വരുമാനം തരുന്നത്. അതോടൊപ്പം തന്നെ റിക്രൂട്ട്മെന്റ്. ഈ ബിസിനസ്സിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, പ്രൊഡക്റ്റ് വിൽക്കുന്നതിലല്ല വിൽപ്പിക്കുന്ന ആളുകളെ ക്രിയേറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് MA യൂസഫ് അലി സാറും ഒരുപാട് ബിസിനസ്സുകാരെ ഇന്ന് ബിസിനസ്സുകാരനായത് അവരുടെ പ്രൊഡക്റ്റ് റീപർച്ചേസ് ചെയ്യുകയും റിക്രൂട്ട്മെന്റിലേക്ക് പുതിയ പുതിയ സ്ഥാപനങ്ങൾ ഇട്ടുകൊണ്ട് ബിസിനസ് ഡെവലപ്പ് ആയത്. നമ്മൾക്ക് ഇവിടെ പീപ്പിൾസ് ഫ്രാഞ്ചൈസിയാണ്, അതായത് ആ സ്ഥാപനം ഇട്ട് കച്ചവടമല്ല, ആളുകളെ വെച്ച് കച്ചവടം ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് മാൻ മാനേജ്മെന്റും മണി മാനേജ്മെന്റും നമ്മുടെ കമ്പനി പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മാൻ മാനേജ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ആളുകളെ കാണുക, റിക്രൂട്ട്മെന്റിലേക്ക് അതിനൊരു ലിസ്റ്റ് തയ്യാറാക്കുക. ലിസ്റ്റിലൂടെ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് നമ്മുടെ എക്സ്പീരിയൻസിൽ ഒരു ലീഡറെയും കൂട്ടി ഒരു വീട്ടിൽ പോയി അവരുടെ നീഡ്, അവരുടെ ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അതിനുവേണ്ടി സംസാരിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർ നമ്മളെ കൂടെ ഈ ബിസിനസ് ഏറ്റെടുക്കും. അങ്ങനെ ഒരു പാസീവ് ഇൻകം നമുക്ക് ഈ ബിസിനസ്സിലെ റിക്രൂട്ട്മെന്റിലൂടെയാണ് പാസീവ് ഇൻകം നമുക്ക് കിട്ടുന്നത്. 3 തലമുറ ജീവിക്കാനുള്ള ഒരു വരുമാനം പാസീവ് ഇൻകം കമ്പനി തരുന്നത് റിക്രൂട്ട്മെന്റിലൂടെയാണ്. അപ്പൊ ഞാൻ ഇന്ന് കേരളത്തിൽ തുടങ്ങി, ഇന്ന് കർണാടകത്തിൽ എനിക്ക് ടീമുണ്ട്. ഞാൻ ഇന്ന് ബിസിനസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ളവരെല്ലാം അവരുടേതായ ബിസിനസ് ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് ടീം വന്നു. അവിടെയൊക്കെ നടക്കുന്ന ടേൺ ഓവറിന്റെ 12% ഒരുപക്ഷെ ഞാൻ അറിയാത്ത പല കുടുംബത്തിൽ നിന്നാണ് എനിക്കിന്ന് വരുമാനം കിട്ടുന്നത്. അങ്ങനെ അതിന്റെ 12% കമ്പനി നമുക്ക് ടേൺ ഓവർ പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് തരും. അതുകൊണ്ട് നന്നായിട്ട് റിക്രൂട്ട്മെന്റിലേക്ക് പോവുക. റിക്രൂട്ട്മെന്റിന്റെ പ്രാധാന്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക. എന്തിനാണ് ഞാൻ പുതിയ വ്യക്തികളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ട്, കാരണം കമ്പനി പറയുന്നത് 2025 മുതൽ 2030 വരെയാണ് കമ്പനിയുടെ യുവത്വത്തിലേക്ക് കടക്കുന്നത്. ഇതുവരെ കമ്പനിയുടെ ബാല്യമായിരുന്നു. ബാല്യത്തിൽ നമുക്കറിയാം വീഴും പൊട്ടും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയാൽ ആ നടത്തത്തിന് സ്പീഡ് കൂടും. അങ്ങനെ 2030 ആകുമ്പോൾ ഇത് ഗ്ലോബലിലേക്ക്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഇന്ത്യയിൽ ചെയ്യുന്ന ബിസിനസ് ഇനി ലോക രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഗ്ലോബലിലേക്ക് ഈ ബിസിനസ് മാറാൻ പോവുകയാണ്. അങ്ങനെ ഗ്ലോബലിലേക്ക് മാറുന്ന സമയത്ത് നമുക്ക് എവിടെ ബന്ധങ്ങൾ ഉണ്ടെങ്കിലും അവിടെ ഇപ്പൊ ഒരു ജർമ്മനിയിൽ ഒരു ഫാമിലി താമസിക്കുന്നുണ്ടെങ്കിൽ അവിടെയുള്ളവർക്ക് പ്രൊഡക്റ്റ് എടുക്കാനും ഉപയോഗിക്കാനുള്ള ഒരു അവസരമാണ് കമ്പനി ഇനി അടുത്ത ലെവലിലേക്ക് പോകുന്നത്. അതോടൊപ്പം തന്നെ ഇനി നമ്മുടെ ഈ ബിസിനസ്സിലേക്ക് വരുന്ന ആളുകളെല്ലാം യൂത്താണ്. കാരണം ഇതുവരെയും നമ്മൾ യൂത്തിന്റെ അടുത്തേക്ക് പോകാറില്ല. കാരണം അവർ പഠിക്കുന്നു, അവർ പഠിച്ച് ജോലി വാങ്ങുന്നു, ജോലി വാങ്ങണമെന്ന് അമ്മമാർ പ്രാർത്ഥിക്കുന്നു. പക്ഷെ നമുക്കറിയാം, എൻ്റെ വീട്ടിൽ എൻ്റെ മകൾ എഞ്ചിനീയറാണ്, എൻ്റെ മകളുടെ ഭർത്താവ് എഞ്ചിനീയറാണ്. അവർ ടോട്ടൽ വാങ്ങുന്ന ശമ്പളത്തെക്കാട്ടി 1 രൂപ അധികം ഇന്ന് സുലോചന എന്ന് പറയുന്ന സാധാരണ വീട്ടമ്മ വാങ്ങുന്നു. കാരണം വിദ്യാഭ്യാസം ആവശ്യമാണ്, പക്ഷെ ഇന്ന് വിദ്യാഭ്യാസ കച്ചവടമാണ്. ഇന്ന് ജോലിക്ക് വേണ്ടി PSC സെന്റർ തുടങ്ങുന്നു, പക്ഷെ ജോലി കൊടുക്കാൻ ഗവൺമെന്റിന് പറ്റുന്നില്ല. അപ്പൊ ഇനി വരാൻ പോകുന്ന യൂത്ത് നമ്മളെ താഴെയാണ് ഐഡിയ അടിച്ചു വരുന്നത്, അല്ലെങ്കിൽ നമ്മളെ കൂടെയാണ് ഐഡിയ അടിച്ചു വരുന്നത്. അവർ ഫാസ്റ്റ് ആയിട്ട് ബിസിനസ് ചെയ്യും. അവർ കാണുന്നത് സ്വപ്നം ബെൻസിനെ കുറിച്ചും BMW കുറിച്ചായിരിക്കും. അപ്പൊ അതിനുവേണ്ടി അവർ നന്നായിട്ട് എഫേർട്ട് എടുക്കുമ്പോൾ നമ്മുടെ ആഴ്ച വരുമാനം 2,10,000 2,10,000 എല്ലാ ആഴ്ചയും കമ്പനി നമുക്ക് ക്രെഡിറ്റ് ചെയ്തു. കാരണം ഞാൻ തുടക്കത്തിൽ ചോദിച്ചു ഈ 2,10,000 മേലെ ഇരിക്കുന്നവർക്കല്ലേ കിട്ടുക, നമുക്ക് കിട്ടുമെന്ന്. പക്ഷെ ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് ഒരു ഐഡിയിൽ ഇന്ന് 2,10 വാങ്ങിയിട്ടുണ്ടെങ്കിൽ അടുത്ത CTC ഒക്കെ ആകുമ്പോൾ അടുത്ത ID ഡെവലപ്പ് ചെയ്യണം. അതിന് കഴിഞ്ഞ് ITC ഒക്കെ ആകുമ്പോൾ ഒരു 2, 3, 4, 5 ഐഡിയിൽ 2,10 കിട്ടുമ്പോൾ ആ ഐഡിയിൽ നിന്ന് വരുമാനം വാങ്ങുമ്പോൾ ഞാൻ ഡയമണ്ട് എന്ന റാങ്കിലേക്ക് എത്തും. ഡയമണ്ട് ആവുമ്പോൾ ഒരുപക്ഷെ ദൈവ ആയുസ്സും ആരോഗ്യം എനിക്ക് തന്നാൽ എൻ്റെ ഒരു 60 വയസ്സിന്റെ ഒരു സെലിബ്രേഷൻ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അങ്ങനെയുള്ള ഒരു ആഗ്രഹം കണക്കുണ്ട്. അവിടെ ഞാൻ 1 കോടിയുടെ ഒരു വീട്, 1 കോടിയുടെ ഒരു വീടൊക്കെ ഉണ്ടാക്കി ഒരു ഓടി എന്ന ഒരു കാറ് ഞാൻ വാങ്ങി അവിടെ എൻ്റെ മക്കളെയൊക്കെ ആ ഒരു സ്ഥലത്ത് ഇരുത്തി ഞാൻ മൈക്കെടുത്ത് അവരെ കൊണ്ട് സംസാരിപ്പിക്കും. കാരണം അവരൊക്കെ എന്നെ ബാധ്യതയായിട്ട്, കാരണം അച്ഛനും അമ്മമാരും ഇന്ന് വീട്ടിൽ
ബാധ്യതയാ, മക്കൾക്ക് ഇന്ന് ബാധ്യത. കാരണം അവരെ എന്താ പറയുക, വേറെ വരുമാനം ഒന്നും കൊണ്ടുതരുന്നില്ല. നമ്മളെ കഷ്ടപ്പെട്ട് നമ്മൾ അവരെ വളർത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അച്ഛനും അമ്മയെയും നോക്കാൻ ഇന്ന് മക്കളില്ല, മക്കളില്ല, അവരെല്ലാം അവഗണിച്ചു പോകുന്നു. പക്ഷെ ഞാൻ അവരോട് അന്ന് അല്ല ഇന്നും പറയുന്ന ഒറ്റ കാര്യമാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്നും മാറ്റിവെക്കണ്ട, എന്നെ നിങ്ങൾ ചിന്തിക്കണ്ട. കാരണം ഞാൻ ഈ MI ലൈഫ്സ്റ്റൈൽ എന്ന കമ്പനിയിൽ നിങ്ങൾക്ക് വേണ്ടി വരുമാനം വാങ്ങിത്തരാൻ എൻ്റെ ഒരു ID നിങ്ങളുടെ ട്രാൻസ്ഫർ ചെയ്താൽ ഞാൻ എന്ത് വാങ്ങുന്നുവോ അത് നിങ്ങൾക്കും വാങ്ങിക്കാനുള്ള ഒരു അവസരത്തിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എഞ്ചിനീയറായ മകളും എഞ്ചിനീയറായ മകനും അങ്ങനെയുള്ള ആളുകളൊക്കെ എൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിലും ഇന്നും ഞാൻ അഭിമാനപൂർവ്വം ഈ ആഴ്ചയും ഞാൻ നല്ല വരുമാനം വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കുക. ഇന്ന് നമ്മളെല്ലാവരും ബാധ്യത, നമ്മുടെ മക്കൾക്ക് നമ്മൾ എപ്പോഴാ ബാധ്യതയാവുക പറയുമ്പോൾ, ഒന്ന് രോഗം കൊണ്ടാ, രണ്ട് പണമില്ലാത്തതിന്റെ പേരിൽ. അന്ന് മുതൽ നമ്മളെ അന്ന് വരെ സ്നേഹിച്ച കുടുംബക്കാരും മക്കളും അല്ലെങ്കിൽ കൂടപ്പറപ്പുകാരും നമ്മൾ അന്ന് മുതൽ അവഗണിക്കാൻ തുടങ്ങും. എനിക്ക് അങ്ങനെ ഒരവസ്ഥയുണ്ട്. അത് അവഗണിച്ചതല്ല, എനിക്കൊരു കാലിൻ്റെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ആ ഓപ്പറേഷൻ ഒരു RTC റാങ്കിൽ നിന്ന് എൻ്റെ കാലിനൊരു വേദന വന്നപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യണം, എല്ല് മുറിച്ച് പുതിയൊരു സാധനം വെക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ AKG ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ ആ ഓപ്പറേഷന് വിധേയമായി. രണ്ട് കാലിനും എനിക്ക് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. 5 ലക്ഷം രൂപ അവിടെ കെട്ടിവെച്ച്, കൊറോണയുടെ ആദ്യത്തെ ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഓപ്പറേഷന് വിധേയമായത്. ആ സമയത്ത് ആശുപത്രിയിൽ എൻ്റെ മകളിൽ നിന്നും ഞാൻ വീട്ടിൽ കിടന്നു. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ ഒരു ഓൺലൈനിൽ ഒരു കോൺടെസ്റ്റ് വെച്ചിട്ടുണ്ട്, 5000ന്റെ റിക്രൂട്ട്മെന്റ്. അങ്ങനെ ആ കോൺടെസ്റ്റ് എൻ്റെ ഒരു വീക്ക് സൈഡിൽ ഏറ്റവും കൂടുതൽ വിജയിപ്പിച്ചുകൊണ്ട് വിവിധ ആഴ്ചകളിലായിട്ട് ടോട്ടൽ 2,10,000 രൂപ ആഴ്ച വരുമാനമല്ല, വിവിധ ആഴ്ചകളിലായിട്ട് 2,10,330 രൂപ വിവിധ ആഴ്ചകളിലായിട്ട് എനിക്ക് അക്കൗണ്ടിലേക്ക് 6 മാസം കൊണ്ട് വരുമാനം വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഒരുപക്ഷെ ആ വരുമാനം വന്നിട്ടില്ല എങ്കിൽ ഞാൻ എൻ്റെ വീട്ടുകാരുടെ മുന്നിലും എൻ്റെ മകളുടെ മുന്നിലും ഒരു ബാധ്യതയുള്ള ആളായി മാറുമായിരുന്നു. പക്ഷെ അവിടെ ഞാൻ കിടക്കുമ്പോഴും അല്ലെങ്കിൽ ഞാൻ അവിടെ റെസ്റ്റ് എടുക്കുമ്പോഴും ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു ടീം അവർക്ക് വേണ്ടി ബിസിനസ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാർക്കോ ബാധ്യതയാവാതെ അവരെ സന്തോഷത്തോടുകൂടി എന്നെ പരിചരിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കിയ കമ്പനിയുടെ പേരാണ് MI ലൈഫ്സ്റ്റൈൽ എന്ന കമ്പനി. ആ കമ്പനിയിൽ ഇല്ലായിരുന്നെങ്കിൽ 6,000 രൂപ ശമ്പളം മേടിക്കുന്ന സമയത്താണ് 5 ലക്ഷത്തിന്റെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ സഹായിക്കണം, വീട്ടുകാർ സഹായിക്കണം, എന്നെ കാണുമ്പോൾ എല്ലാവർക്കും സഹതാപം ഉണ്ടാവും, എൻ്റെ വീട്ടുകാർക്ക് ഞാനൊരു ബാധ്യതയാവും. പക്ഷെ അതൊന്നും ഇല്ലാതെ പോയത് ഞാൻ MI ലൈഫ്സ്റ്റൈലിൽ അന്ന് ഞാൻ STC കഴിഞ്ഞ് RTC ടച്ച് ആയ സമയത്തായിരുന്നു ഓപ്പറേഷൻ ചെയ്തത്. ഇന്ന് ഞാൻ ആ ഓപ്പറേഷൻ ചെയ്തിട്ട് 5 വർഷത്തിലേക്ക് അടുക്കും, 4.5 വർഷമായി. പക്ഷെ ആ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഡോക്ടർ ഒരു കാര്യം എന്നോട് പറഞ്ഞു, ശ്രദ്ധിക്കണം, കാലിനാണ് ഇത്, കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിലെ സംഭവമാണെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. പക്ഷെ ആ ഡോക്ടറോട് ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് അതൊന്നും വിഷയമല്ല, എൻ്റെ ശരീരത്തിൽ പോസിറ്റീവ് രക്തമാണ്, അതോടൊപ്പം തന്നെ ഞാൻ കഴിക്കുന്നത് വെൽനസ് പ്രൊഡക്റ്റുകളാണ്. അന്ന് മുതൽ നാക്സിയം ക്യാപ്സൂളും 95ഉം വെൽഹാർട്ടും അതോടൊപ്പം സ്പൈറലിനെയും ഒക്കെ കഴിച്ച് ഇന്ന് ആ ഓപ്പറേഷൻ ചെയ്ത കാലാണോ എന്ന് ഞാൻ പോലും സംശയിക്കുന്ന രീതിയിൽ മാറിയിട്ടുണ്ട് എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ എന്താ പറയാ, ഫുള്ള് എക്സൈറ്റ്മെന്റ്. രാവിലെ എണീച്ച് രാത്രി 12 മണി വരെ കിടക്കുന്നത് വരെ ഞാൻ പോസിറ്റീവായിട്ടും നല്ല കാര്യങ്ങളും നല്ല തിരിച്ചറിവും നല്ല ഉപദേശങ്ങളും നല്ല മാർഗങ്ങളും നന്നായിട്ട് സംസാരിക്കാനും നന്നായിട്ട് ചിരിക്കാനും നന്നായിട്ട് വിശ്വാസം കൊടുക്കാനും എനിക്ക് സാധിക്കും. അല്ലാണ്ട് എനിക്ക് വിദ്യാഭ്യാസമോ എൻ്റെ പ്രായമോ അല്ലെങ്കിൽ എൻ്റെ ഒരു പോരായ്മയും ഞാൻ നോക്കുന്നില്ല. എൻ്റെ നല്ല വശത്തെക്കുറിച്ച് ഞാൻ തന്നെ എന്നെ പ്രൊജക്ഷൻ ചെയ്യും. കാരണം നമ്മൾ പ്രൊജക്ഷൻ ചെയ്യാൻ മറ്റൊരാൾ പ്രൊജക്ഷൻ ചെയ്യും. അപ്പൊ ഞാൻ നന്നായിട്ട് സംസാരിക്കും, എനിക്ക് നന്നായിട്ട് ചിരിക്കാൻ അറിയാം. അപ്പൊ ഞാൻ എൻ്റെ കഴിവിനെ ഡെവലപ്പ് ചെയ്ത് ഇന്ന് മൈക്കെടുത്ത് 100 കണക്കിന് ആളുകളുടെ മുന്നിൽ നിന്ന് ഞാനൊരു എന്താ പറയാ, ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ തന്നെ 100 കണക്കിന് ആളുകൾ കയ്യടികൾ തരുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറി. അതുകൊണ്ട് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന നമ്മൾ ഓരോരുത്തരും പാഷൻ ഉള്ളവരായി മാറുക, എക്സൈറ്റ്മെന്റ് ഉള്ളവരായി മാറുക, ആവേശമുള്ളവരായി മാറുക. ബാക്കിയെല്ലാം കമ്പനിയും ലീഡേഴ്സും നമുക്ക് തന്നോളൂ. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, ഒരുപക്ഷെ നേരിട്ട് ഞാനൊരു മീറ്റിങ്ങിലാണെങ്കിൽ നിങ്ങൾ എല്ലാവരുടെയും മുഖം കാണും, നിങ്ങൾ എല്ലാവരും ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഞാൻ എന്നെ കാണുന്നു, ഹരീഷ് സാറിയും കാണുന്നു, ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. പക്ഷെ ഈ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് നിന്നുകൊണ്ട് MI ലൈഫ്സ്റ്റൈൽ എന്ന കമ്പനിയിൽ ഒന്നിച്ചിരുന്ന്, ഒരുപാട് കമ്പനികൾ പുറത്തുണ്ട്,
ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മളെ പോലുള്ള ലീഡേഴ്സിനോട് വന്ന് പറയും, ഇത് അവിടെ പ്രൊഡക്റ്റ് വെക്കണ്ടേ, ആ കമ്പനിയിൽ പിന്നെ സാധനത്തിന് വില കൂടുതലല്ലേ, നിങ്ങൾ ഇവിടെ ഒന്ന് വന്ന് ഇരുന്നാൽ മതി, നിങ്ങൾ ഒരു ഒരു എന്താ പറയാ, നിങ്ങൾക്ക് ഞങ്ങൾ ഒരു പൊസിഷനായിട്ട് നിങ്ങളെ നിർത്താം, നിങ്ങൾക്ക് വേഗത്തിൽ വരുമാനം ഉണ്ടാക്കാം, അങ്ങനെ വേഗത്തിൽ തരും എന്ന് പറയുന്ന ഒറ്റ കമ്പനിയോ ഒറ്റ വ്യക്തികളോ ഇന്ന് എവിടെയും നിലനിന്നിട്ടില്ല. എന്നാൽ ഇത് ഒരു ഹാർഡ് വർക്ക് ചെയ്യണം. ഇവിടെ പണിയെടുക്കാതെ ഒരു രൂപ പോലും കമ്പനി തരില്ല. പണിയെടുക്കുക എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവേശത്തോടുകൂടി വിശ്വാസത്തോടുകൂടി പണിയെടുത്താൽ മറ്റൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട, മറ്റൊന്നിനെ കുറിച്ച് നമ്മൾ ആവലാതിപ്പെടേണ്ട. നമ്മളെ വീട്ടിലുള്ള വീട്ടുകാരോട് പറഞ്ഞാൽ മതി, 5 വർഷത്തേക്ക് ഞങ്ങൾ ഗൾഫ് പോയതാണ്, വീട്ടിൽ ഞാനില്ല. പക്ഷെ നമ്മൾ വീട്ടിലുണ്ട്, പക്ഷെ 5 വർഷം ഗൾഫ് പോയാൽ വീട്ടിലെ നാട്ടിലെ കല്യാണത്തിന് നമ്മൾ കൂടൂല, മരണ വീട്ടിൽ നമ്മൾ ചടങ്ങിന് കൂടൂല, നമ്മളെ വീട്ടിലെ വിശേഷങ്ങളിലൊന്നും നമ്മൾ ഉണ്ടാവൂല. 5 വർഷം അങ്ങനെ മാനസികമായിട്ട് നമ്മൾ ഒരുങ്ങിയെടുത്താൽ മാത്രം മതി. ഈ കമ്പനി എല്ലാ ആഴ്ചയും 2/10 നമുക്ക് തരും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ ബിസിനസ്സിനെ ഏറ്റെടുക്കണം. സമയം പോകുന്നു, 6:42 അപ്പൊ ഞാൻ നിർത്താൻ പോകുന്നു. ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട്, കാരണം ഞാൻ ഈ ബിസിനസ് ഏറ്റെടുക്കാനുള്ള ഒരു ശക്തി എനിക്ക് കിട്ടാനുള്ള ഒരു തീരുമാനം ശക്തമായി എടുക്കാനുള്ള ഒരു കാരണം, എൻ്റെ അനിയത്തി ഒരു 5 വർഷം മുമ്പേ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു. ആ അനിയത്തി 5 വർഷം മുമ്പേ മരിച്ചപ്പോൾ അനിയത്തിന്റെ 2 പെൺമക്കള്, അവളുടെ അച്ഛൻ വേറെ കല്യാണം കഴിച്ചു പോയി. ആ 2 പെൺമക്കളും അന്ന് ഡിഗ്രിക്ക് പഠിക്കുന്നു. മറ്റേ മൂത്ത മോള് BMSന് തൃശ്ശൂർ ആയുർവേദ കോളേജിൽ പഠിക്കുന്നു. ആ പഠന സമയത്താണ് അവളുടെ അമ്മ ആക്സിഡന്റിൽ മരണപ്പെടുന്നത്. പക്ഷെ അതിനുശേഷം ആ മക്കളെ എന്താ പറയാ, ആ വീട്ടിൽ നിന്ന് 5 വർഷമായിട്ട് എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് എൻ്റെ 2 മക്കളും ആ 2 മക്കളും കൂടി 4 മക്കളുടെ ഉത്തരവാദിത്വമുള്ള ഒരു അമ്മയാണ് ഞാൻ. ആ മൂത്ത മോള് ഇപ്പൊ ഇന്ന് BMS കഴിഞ്ഞ് ഡോക്ടറായി. 2ാമത്തെ മോള് ഡിഗ്രി പഠിച്ച് അവള് ഡിഗ്രി പൂർത്തിയായി. ഇന്ന് മൂത്ത മകൾക്ക് കല്യാണം വന്നിട്ടുണ്ട്. നല്ല ഒരു എന്താ പറയാ, ഗവൺമെന്റ് വാട്ടർ അതോറിറ്റിയിലെ എഞ്ചിനീയർ ആണ് അവൾക്ക് വന്ന കല്യാണം. ആ കല്യാണം കഴിക്കാനുള്ള അടുത്ത ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്, കഴിപ്പിച്ചു കൊടുക്കാൻ. കാരണം അച്ഛനുമില്ല, അമ്മ മരിച്ചു, അച്ഛൻ വേറെ കല്യാണം കഴിച്ചു പോയി. ആ മക്കളെ ഒരു ഫോൺ കോൾ പോലും അച്ഛൻ ചെയ്യാത്ത ഒരു സാഹചര്യമാണ്. പക്ഷെ MLFCയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാൻ ആ മക്കളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് എന്ന് ഞങ്ങൾ എല്ലാവരും സന്തോഷത്തോടു കൂടി, അമ്മയും അച്ഛനും ഇല്ലല്ലോ എന്നുള്ള ഒരു വിഷമത്തിനും ഇടവരുത്താതെ MLFCയുടെ വരുമാനം കൊണ്ട് ആ മക്കളെ സംരക്ഷിച്ചു കൊണ്ട് എന്താ പറയാ, നാളെ അവർക്കും എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ചെയ്തു തരേണ്ട കടമ എൻ്റെ അമ്മയുടെ വെല്ലുമ്മ അല്ലെങ്കിൽ അമ്മയുടെ ചേച്ചി എനിക്ക് ചെയ്തു തന്നല്ലോ, അല്ലെങ്കിൽ ആ അമ്മ ചെയ്തു തന്നുള്ള ഒരു ആത്മവിശ്വാസം അവർക്ക് കൊടുക്കണമെങ്കിൽ MLFCയിൽ ഞാൻ 24 മണിക്കൂറും ചെയ്തേ പറ്റൂ ലീഡേഴ്സ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഉത്തരവാദിത്വം കൂടുമ്പോൾ നമുക്ക് കമ്മിറ്റ്മെന്റ് കൂടും. ഉത്തരവാദിത്വം ഇല്ലാത്ത ആളുകൾക്ക് വെയിലുണ്ടാവും, മഴയുണ്ടാവും, എന്താ പറയാ, തലവേദന ഉണ്ടാവും, അല്ലെങ്കിൽ പനി ഉണ്ടാവും. പക്ഷെ ഇതൊന്നും നമ്മളെ ബാധിക്കാത്തത്, എനിക്ക് എൻ്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തമുള്ള ഒരു നെടുന്തൂടി നിൽക്കുന്ന ഒരു വീട്ടമ്മയാണ് ഞാൻ. എൻ്റെ കാലൊന്ന് പതറിപ്പോയാൽ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ക്ഷീണം പറ്റി അതോടുകൂടി എൻ്റെ വീട് അനാഥമാവും. പക്ഷെ അത് ക്ഷീണം വരാത്ത രീതിയിൽ ദൈവം എന്നെ കാത്തുകൊള്ളുന്നുണ്ട്. അതിന് നിങ്ങളുടെ പ്രാർത്ഥനയും എൻ്റെ കുടുംബത്തിന് വേണ്ടി ഉണ്ടാവണമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഓൺലൈൻ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച ഹരീഷ്ണ സാറിനും ഇതിന്റെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനോടും നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ വിടവാങ്ങുന്നു.